ഭക്തസഹസ്രങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ശബരിമല മകരവിളക്കോത്സവം നാളെ പുലർച്ചെ 2:30 മകരസംക്രമ പൂജയും 6:30 തീർത്ഥാടകർക്ക് മകരവിളക്കും ദർശിക്കാനാകും. സുരക്ഷ മുൻനിർത്തിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് പൂർണ്ണതയാക്കി നാളെ സന്ധ്യയ്ക്ക് കിഴക്കൻ ചക്രവാളത്തിൽ മകരജ്യോതി തെളിയും. ആ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും തീർത്ഥാടകർക്ക് കാണാനാകും. നാളെ പുലർച്ചെ 2:30 മകരസംക്രമ പൂജ. ഈ സമയം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച നെയ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി അഭിഷേകം ചെയ്യും. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുക. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. ആ സമയം തീർത്ഥാടക കണ്ടങ്ങളിൽ നിന്നുയരുന്ന ശരണം വിളികൾ 18 മലകൾക്കും മുകളിലെത്തും. തിരക്ക് കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരെത്തുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രതീക്ഷ. ഏകദേശം 2:15 ആകുമ്പോൾ നട തുറന്ന് ഈ സംക്രമ പൂജ തുടങ്ങി. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് അഭിഷേകം കഴിച്ച് ആ പൂജ പൂർത്തിയാക്കിയതിന് ശേഷം പതിവുള്ള ചടങ്ങുകൾ എന്നുമുള്ള അഭിഷേകവും ഗണപതിയവും നെയ്യഭിഷേകം ബാക്കി എല്ലാം പതിവുപോലെ നടക്കും. ഏറ്റവും പ്രാചീനമായൊരു ഉത്സവത്തിൻ്റെ ആരംഭമാണല്ലോ മകരവിളക്ക്. അപ്പോൾ ഇതിൻ്റെ പഴക്കം തന്നെയാണ് ഇതിൻ്റെ മഹിമാന്ന് തോന്നുന്നു. അന്ന് മുതൽ ആവർത്തിച്ച് വരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സവിശേഷതയും. വിളക്കിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജാ ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചു. ഡ്യൂട്ടിക്കായി 2500-ലധികം പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനകളും ഇതര സംസ്ഥാനങ്ങളിലെ പോലീസുകാരും സുരക്ഷാ ഡ്യൂട്ടിക്കുണ്ട്. ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം KB ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, സന്നിധാനം.